രാഷ്ട്രീയമുള്ള ഒരു കോളേജിലേക്ക് അവരെ വിടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ രാഷ്ട്രീയത്തിൽ ഇടപെടുകയും അവരുടെ ഭാവി അത്തരത്തിൽ നശിച്ചു പോകുന്നുള്ളത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ചും അവരെ ഇത്രയും മാനേജ്മെന്റ് കോളേജുകളിൽ അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കോളേജുകളിൽ ചേർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അല്ല, ആ വിഷയത്തെ സ്വാഭാവികമായിട്ട് നമ്മളത് അപ്രോച്ച് ചെയ്യുന്ന ഒരു രീതി അനുസരിച്ചിരിക്കും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പഠിച്ചത് രാഷ്ട്രീയ സജീവമായിട്ടുള്ള ഒരു ക്യാമ്പസിലാണ്. അപ്പോൾ ഞാൻ എൻ്റെ സംഘടനാ പ്രവർത്തനം സജീവമായി കൊണ്ടുപോകുന്നതോടൊപ്പം തന്നെ എൻ്റെ അക്കാദമിക്സിനെയും പാരലായിട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എൻ്റെ ഡിഗ്രിയും പി ജിയും എം ഫിലും കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ഇപ്പോൾ നിലവിലൊരു PhD എന്നുള്ള തലത്തിലേക്ക് എത്തുമ്പോഴും അതിൻ്റെ പാരലായിട്ട് ഈ പറയുന്ന സംഘടനാ പ്രവർത്തനം കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സെൽഫ് ഏണിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ പാരലായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ വിഷയങ്ങളിലും നമ്മൾ ഇതിൻ്റെ ചർച്ചയുടെ തുടക്കം വന്നത് നമ്മുടെ ഒരു പാഷനുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയാണ് ഒരു സ്റ്റുഡൻറ് ആക്ടിവിസം എങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സസ്റ്റനൻസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ മറ്റ് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഒരു സിങ്ക് അല്ലെങ്കിൽ ഒരു മെർജ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മുടെ എല്ലാം ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നൊരു എഫേർട്ടാണ്. അപ്പം അതിനെ സ്വാഭാവികമായിട്ടും അപ്പം നമുക്ക് പറയാൻ സാധിക്കത്തില്ല. അത് പൊളിറ്റിക്സ് ഒരിക്കലും അതിനെ റൂയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും